ഹായ് ഹലോ നമസ്കാരം. വിയന്ന ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് അറിയാമോ? നമ്മുടെ തിരുവല്ലക്കാരുടെ പ്രിയപ്പെട്ട എന്നാൽ അധികം ആളുകളൊന്നും അറിയാത്ത ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. തിരുവല്ല ടൗണിൽ നിന്ന് അധികം ദൂരമില്ലാതെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്പോട്ടാണിത്. അപ്പോൾ കുടുംബത്തോടൊപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വൈകുന്നേരങ്ങളൊക്കെ ചിലവഴിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കും ചെങ്ങന്നൂരിനും മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ശാന്തവും മനോഹരമായൊരു കൊച്ചു ഗ്രാമമാണിത്. പൈതൃക തനിമ തുളുമ്പുന്ന പടയണി കലാരൂപങ്ങൾക്കും നാടൻ പ്രകൃതി ഭംഗിക്കും ശാന്തമായ കുന്നിൻ നിരകൾക്കൊക്കെ പേരുകേട്ട ഒരു സ്ഥലം. തിരുവല്ലയിലെ തിരക്കിൽ നിന്നൊക്കെ മാറി ഗ്രാമീണ സൗന്ദര്യവും സൂര്യാസ്തമയം ഒക്കെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പെർഫെക്റ്റ് ഹിഡൻ സ്പോട്ടാണിത്. അപ്പോൾ ദേ ഈ വഴി കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഈ പോകുന്ന വഴി കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, അതാ ഇവിടെ ഇങ്ങനെ ഒരു സ്പോട്ടുണ്ടോ, നമുക്ക് ചെല്ലാൻ പറ്റുന്നതാണോ, ആളുമില്ല, തിരക്കുമില്ല, ബഹളമില്ല, ഒന്നുമില്ല. ഈവൻ നമുക്ക് കൂടി ഡൗട്ട് അടിച്ച് നമ്മൾ പോകുന്ന വഴി കറക്റ്റാണോ, നമ്മുടെ സ്പോട്ട് കറക്റ്റാണോ എന്നൊക്കെ. പക്ഷേ കറക്റ്റാണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ പോകുന്ന വഴി കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഇങ്ങനെ കൺജസ്റ്റഡ് ആണ്. അപ്പോൾ ഈ കൺജസ്റ്റഡ് വഴിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഡൗട്ട് അടിക്കും സ്വാഭാവികമായിട്ടും. പക്ഷേ നമ്മുടെ വഴി കറക്റ്റാണ്. ഇത്രയും കൺജസ്റ്റഡ് ആയ ഇടുങ്ങിയ വാതിലൂടെ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും നല്ല മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കുന്നത്. അതെ, നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഈ കൺജസ്റ്റഡ് വഴി കണ്ടിട്ട് നമ്മുടെ 2 വീലറും 4 വീലറും ഒക്കെ പോകുന്നുള്ള ഡൗട്ടൊന്നും വേണ്ട. നമ്മുടെ 4 വീലറൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് ആ സ്പോട്ട് വരെ നമ്മുടെ വണ്ടികൾ എത്തിക്കാം. അതുപോലെ അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമുക്ക് നമ്മുടെ 4 വീലറും 2 വീലറും ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൂടി അവിടെ ഉണ്ട്. അപ്പം ഗൈസ്, നമ്മുടെ സ്പോട്ടിനെ പറ്റി പറയാം. വേറെ എങ്ങുമല്ല നമ്മൾ എത്തിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഓതറ നെല്ലിമല ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ തിരുവല്ല ചെങ്ങന്നൂർ ടൗണുകളിൽ നിന്നൊക്കെ ഏകദേശം ഒരു 5-8 കിലോമീറ്റർ ദൂരം മാത്രം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഴയ ക്വാറി പ്രവർത്തനങ്ങൾ നിന്നുപോയൊരു പാറ പ്രദേശമാണിത്. മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന മനോഹരമായ വ്യൂവും ക്വാറി കാരണം രൂപപ്പെട്ട ചെറിയ തടാകങ്ങളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. വൈകുന്നേരം 4:30 ശേഷം സന്ദർശിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. നല്ല തണുത്ത കാറ്റും സൺസെറ്റും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരിടമാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ക്വാറിക്കുളങ്ങൾ ആഴമുള്ളതായതിനാൽ വെള്ളത്തിൽ ഇറങ്ങുന്നത് അപകടകരമാണ്. നമുക്ക് താഴെ പോയി ഇറങ്ങാൻ സാധിക്കും, അത് അപകടമാണ്. അതുപോലെ തന്നെ പാറക്കുട്ടങ്ങൾക്ക് അതിരുകളോ വേലികളോ ഇല്ലാത്തതിനാൽ സൂക്ഷിച്ച് വേണം നടക്കാൻ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. നമ്മുടെ പാറക്കെട്ടിൻ്റെ മുകളിലൂടെയൊക്കെയാണ് നമ്മൾ നടക്കുന്നത്. അതിന് യാതൊരു അതിരുകളോ വേലികളോ ഒന്നുമില്ല. അപ്പം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഭൂതത്താംകുഴി പാറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേര് ഭൂതത്താംകുഴി പാറ. ഇതിന് ലവ് തടാകം അല്ലെങ്കിൽ ലവ് ഷേപ്ഡ് ലേക്ക് എന്നും പറയും. പാറക്കൂട്ടങ്ങൾക്ക് താഴെ ക്വാറി പ്രവർത്തനങ്ങൾ മൂലം രൂപപ്പെട്ട ചെറിയ തടാകമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതിന് ഹൃദയത്തിൻ്റെ, അതായത് ലവ് സിമ്പിൾ ആകൃതിയാണ് ഉള്ളത്. നിങ്ങൾക്കത് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വ്ളോഗർമാർക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഇത് വളരെ പ്രിയപ്പെട്ട സ്ഥലമാണ്. നെല്ലിമല കുന്നുകളുടെയും ചുറ്റുമുള്ള പച്ചപ്പിൻ്റെയൊക്കെ അസ്തമയ സൂര്യൻ്റെയൊക്കെ മനോഹരമായ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പം തിരക്കിൽ നിന്നൊക്കെ മാറി സമാധാനമായിട്ട് സമയം ചെലവഴിക്കാൻ അനുയോജ്യമായൊരിടമാണ് നമ്മുടെ ഈ ഭൂതത്താംകുഴി പാറ. അതുപോലെ ഓതറയും തിരുവല്ലയും പരിസര പ്രദേശങ്ങളൊക്കെ പാരമ്പര്യ പൈതൃകങ്ങളും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും ഒക്കെ നിറഞ്ഞ ഒന്നാന്തരം ഒരു ട്രാവൽ ഡെസ്റ്റിനേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുന്നിൻ മുകളിലെ ഈ ഭൂതക്കുഴി പാറ പ്രദേശത്തെ പ്രധാന ആകർഷണം പാറക്കെട്ടുകൾക്ക് നടുവിൽ രൂപപ്പെട്ട നീലക്കുളങ്ങളാണ്. പച്ചപ്പിന് നടുവിൽ തിളങ്ങുന്ന തടാകങ്ങളും പാറക്കെട്ടുകളും ചേരുമ്പോൾ ഇവിടെ അനുയോജ്യമായൊരു മികച്ച ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ ഒരുങ്ങുന്നത്. അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന തടാകത്തിൻ്റെ ആകൃതിയും പ്രകൃതി ദൃശ്യങ്ങളൊക്കെ സന്ദർശകർക്ക് ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ് ഏകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തിരുവല്ല ഭാഗത്തോ ചങ്ങനാശ്ശേരി ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ ഈ വഴി യാത്ര ചെയ്യുന്നവരാണെങ്കിലും ഉറപ്പായും ഒരു വൈകുന്നേരം ഈ ഭൂതത്താംകുഴി പാറയിലേക്കൊന്ന് വന്ന് നോക്കണം. കേട്ടറിഞ്ഞതിനേക്കാൾ വലിയൊരു ശാന്തത നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇപ്പോൾ ഈ കൊച്ചു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.